சின்ன சின்ன கண்ணசைவில் உன்னடிமையாகவா செல்ல செல்ல முத்தங்களில் உன்னுயிரை வாங்கவா லாலி லாலி நானும் துளி துளி आंटी आंटी ആരിത് നിളയോ? ഞാൻ വിചാരിച്ചു കോളേജൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടുള്ള വഴിയേ മറന്നു എന്ന്. അങ്ങനൊന്നും ഇല്ല ആൻറ്റി. അല്ല അവനെന്തേ? അവനെവിടെ പോവാനാ? റൂമിൽ കടന്നിറങ്ങുന്നുണ്ട്. എങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പിന്നെ അവനെ വിളിച്ചോണ്ട് ഇനി എങ്ങും പുറത്ത് പോകരുത്. അതെന്താ അങ്ങനൊരു ടോക്ക്? അവൻ്റെ കല്യാണം ഉറപ്പിച്ച്. ആരുടെ? യദുവിൻ്റെയോ? ആ അതെ യദുവിൻ്റെ. അപ്പോൾ ഇനിയും പുറത്ത് പോകാൻ പറ്റില്ല? എന്തായാലും തൽക്കാലത്തേക്കിന് പുറത്ത് പോകാൻ പറ്റില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ശരി. അല്ല നിൻ്റെ പുന്നാര ഫ്രണ്ട് നിന്നോട് പറഞ്ഞില്ലായിരുന്നോ? എന്നോടൊന്നും പറഞ്ഞില്ല. എന്തായാലും ഞാനൊന്ന് നിന്ന് കാണട്ടെ. ചെല്ല്. എടാ യദു, എന്താടി നിനക്ക്? നീ എന്താ ഇങ്ങനെ ഇരിക്കുന്ന? എങ്ങനെ ഇരിക്കുന്നു? അല്ല ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നു. അമ്മ നിന്നോട് പറഞ്ഞില്ലേ? ആ ആൻറ്റി പറഞ്ഞു നിന്നെ കെട്ടിക്കാൻ പോവാന്ന്. അല്ല ആരാ പെണ്ണ്? വേറെ ആര്? ജനനി. ഓ നിൻ്റെ വല്യച്ഛൻ്റെ മോളോ? ആന്നേ. അതുമല്ല യാദവ് അവളെക്കാൾ ഇളയതല്ലേ, അതുകൊണ്ടാ. എന്തായാലും നീ പെട്ട്. എടി എങ്ങനെയാലും ഇതിൽ നിന്നൊന്ന് എന്നെ ഊരി തരണം. പിന്നെ എനിക്കതല്ലേ പണി. ഒന്ന് പോടാ ഇറക്കാം. ഇതേ പെണ്ണേ, നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? ആണല്ലോ. അപ്പം പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ നിന്നോടല്ലാതെ പിന്നെ വേറെ ആരോട് ഹെൽപ്പ് ചോദിക്കും? ആ ശരി ശരി. ഇപ്പം എന്ത് ഹെൽപ്പാണ് വേണ്ടത്? വേറെന്താ, ഈ കല്യാണം എനിക്കൊന്ന് മുടക്കി തരണം. കല്യാണം മുടക്കാനോ? ഞാനോ? ആ അതെ നീ തന്നെ. അല്ല ഞാനെങ്ങനെ കല്യാണം മുടക്കാനാ? അതിനൊക്കെ ഒരു വഴിയുണ്ട്. ഞാൻ കല്യാണം മുടക്കുന്നങ്ങനെ നിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞാൽ എന്നെ കൊന്നു കളയും. അതിനൊക്കെ ഒരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇത്തിരി വളഞ്ഞ ബുദ്ധിയാണ്, പക്ഷേ ഇതുകൊണ്ട് ചിലപ്പം അവരുടെ രണ്ടുപേരെയും കല്യാണം വരെ നടക്കാൻ ചാൻസ് ഉണ്ട്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞുതരാം, ഇനി വാ. എടാ പോടാ. ആരെങ്കിലും വിശ്വസിക്കുമോ? എല്ലാവരും വിശ്വസിക്കും, കാരണം നീയല്ലേ പറയുന്നത്. എനിക്കങ്ങും വയ്യ, ഞാനില്ല. ഞാൻ ആൻറ്റിയോട് എങ്ങനെ ഇതിനൊക്കെ സമാധാനം പറയും? അതുമല്ല അവരെങ്ങാനും മനസ്സിലാക്കും ഇത് കള്ളത്തരമാണെന്ന് മനസ്സിലാക്കിയുണ്ടല്ലോ ഞാൻ തീർന്നു. എന്നാൽ പിന്നെ വാ നമുക്ക് പോയി പറയാം. മോനെ കൂടി ഒന്ന് കയറി കൊടുക്ക്. താഴെയാണ്ട് പച്ചക്കറിക്കൊക്കെ ഓർഡർ കൊടുക്കുന്നു എന്നൊക്കെ ആൻറ്റി പറഞ്ഞ് അതുവഴി നടപ്പുണ്ട്. എനിക്കെങ്ങും അവളെ കെട്ടാൻ പറ്റില്ല. അവളെ ഞാൻ എൻ്റെ പെങ്ങളായിട്ട് കണ്ടുപോയി. അതുമല്ല യാദവ് അവിടെ നിരാശകാമുഖം കളിച്ചുകൊണ്ട് നടക്കുക. ആ ചെറുക്കനാണെങ്കിൽ ഒരു ചെവിതല എനിക്ക് തരുന്നില്ല. നിന്നോടാരാ ആദ്യമേ കയറി ജനിക്കാൻ പറഞ്ഞേ? ഇല്ലെങ്കിൽ അവൻ കിട്ടില്ലായിരുന്നു അവളെ. പിന്നെ ഞാനാണല്ലോ എല്ലാം തീരുമാനിക്കുന്നത്. ഒന്ന് പൊടി. ശരി ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇതാണ് ഞാൻ കണ്ട ഐഡിയ. നിനക്ക് പറ്റുമെങ്കിൽ നീ പറ. ഞാൻ നോക്കിയിട്ട് ഈ ഒരു വഴിയേ കാണുന്നുള്ളൂ. ആ ശരി നമുക്ക് നോക്കാം. എന്നാ വാ. എങ്ങോട്ട്? നീ ഞാനും കൂടെ പുറത്ത് പോകണ്ടെന്നാണ് ആൻറ്റി പറഞ്ഞിരിക്കുന്നത്. അമ്മ അങ്ങനെ പലതും പറയും. നീ വന്നേ. അല്ല എങ്ങോട്ടാന്നേ? എങ്ങോട്ടായാലും അങ്ങ് വന്നാൽ പോരെ. ഇവനെ കൊണ്ട്. എടാ കണ്ണ നീ ഇതെങ്ങോട്ടാ? വേറെ എങ്ങോട്ടാ? പുറത്തോട്ട്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. എനിക്കറിയാം നീ പുറത്ത് പോയാൽ എന്തേലും ഉടായ്പ കാണിക്കുമെന്ന്. ഇവിടെ ഇരുന്നാൽ മതി. അമ്മ ഇങ്ങോട്ട് കേക്ക്. കല്യാണമല്ലേ വരുന്നത്, അപ്പം പിന്നെ ഇവക്കും ഡ്രസ്സ് എടുത്ത് കൊടുക്കണ്ടേ? ഇല്ല മോശമല്ലേ? ഒന്നുമില്ലല്ലോ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. ഇവനിപ്പോൾ എന്തിനാ എന്നെ ഇതിലോട്ട് വലിച്ചിടുന്നത്? എന്താ അമ്മയുടെ? വേറെന്താ? ദേ ഇവർ പുറത്തോട്ട് പോകാമെന്നും പറഞ്ഞ് നിൽക്കുന്നു. എന്താ ഏട്ടാ? വേറെന്താ? ഇവക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ. നീയും വാ, നിനക്കും എടുത്തു തരാം. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നീ പുറത്ത് പോയാൽ എന്തേലും ഒപ്പിച്ചുകൊണ്ട് വരുമെന്ന് എനിക്കറിയാം. നീ പോകണ്ട. അമ്മ പ്ലീസ് അമ്മ, എന്ത് കഷ്ടം ഇതില്ലെങ്കിൽ ഞാൻ കല്യാണത്തിൻ്റെ അന്ന് ഇറങ്ങി ഓടിക്കളയും. ഈ ചെറുക്കൻ. എടാ ഞങ്ങൾ എന്തായാലും എടുക്കാൻ പോകല്ലോ, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോവാം. ഒന്നും വേണ്ട, ഞാൻ പോയി എടുത്തോളാം എനിക്കുള്ളത്. എന്തേലും കാണിക്ക്.
പക്ഷെ കല്യാണത്തിൻ്റെ സമയത്ത് എന്തെങ്കിലും ഉടായ്പ എല്ലാം കൂടെ ഒപ്പിച്ചോണ്ടല്ലോ ഒന്നും ചെയ്യില്ല. അപ്പം ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് ചെല്ലട്ടെ. അല്ല, നീ ഇപ്പം ഇത്രയും പ്ലാൻ ചെയ്തിട്ട് എന്തിനാണ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നേ? വേറെന്തിനാ? നമുക്കിതിനെയൊക്കെ കുറിച്ച് പ്ലാൻ ചെയ്യണ്ടേ? എങ്ങനെയെങ്കിലും ഇവനെ കൊണ്ട് അവളെ തന്നെ കെട്ടിക്കണ്ടേ? പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ കൊള്ളാം, ലാസ്റ്റ് കുളമാവാതിരുന്നാൽ മതി. ഒന്നും കുളമാവില്ല, എല്ലാവരും കട്ടക്കങ്ങ് പിടിച്ച സെറ്റാണ്. ഏട്ടാ, അതൊക്കെ നടക്കുമോ? വീട്ടുകാരറിഞ്ഞാൽ പ്രശ്നമാവില്ലേ? നീ ഒന്നും ഓർത്ത് പേടിക്കണ്ട, എല്ലാം ഞാൻ സെറ്റാക്കി തരാം. എങ്ങനെ? എൻ്റെ കയ്യിലൊരു പ്ലാനുണ്ട്, ഞാനത് ഓൾറെഡി ഇവളോട് പറഞ്ഞു. എന്നാലും നിങ്ങളോടും കൂടെ ഒന്ന് പറയാം. ഇത് വല്ലതും നടക്കുമോ? നടക്കുമെന്നേ. ബാ, ഇനി നമുക്ക് പോയി ഡ്രസ്സ് എടുക്കാം. എനിക്കുള്ളത് എല്ലാവരും കൂടെ പോകുമ്പോൾ എടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പിന്നെ ആണോ? എങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എല്ലാവരും കൂടെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയാലോ? അത് ശരിയാ. ചെന്താർമിഴി പൂന്തേൻമൊഴി കണ്ണിനു കണ്ണാം എൻ കൺമണി. ചെന്താർമിഴി പൂന്തേൻമൊഴി കണ്ണിനു കണ്ണാം എൻ കൺമണി. കണ്ണൂഞ്ചലാടും മങ്കൈമണി നീ മാർഗഴിത്തിങ്കളിൻ മടുമലർമണി തട്ടിലിൽ. ഇവൻ താലി എടുത്ത് കഴുത്തി കെട്ടിക്കോ? പറ്റില്ല. മോളെ നീള, എന്താടാ? ഈ കല്യാണം നടക്കാൻ പറ്റില്ല. മോളെ എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. എന്താ പ്രശ്നം? ഞാൻ പ്രഗ്നൻ്റ് ആണ്. ദൈവമേ, എന്തൊക്കെയാ കേൾക്കേണ്ടി വരുന്നത്? അല്ല, ഈ കൊച്ച് പ്രഗ്നൻ്റ് ആണെന്നല്ലേ പറയുന്നത്? മോളെ, അതൊക്കെ ഇവിടെ സംസാരിക്കേണ്ട കാര്യമാണോ? നമുക്കിത് വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞിട്ട്. പറ്റില്ല, ഇവിടെ വെച്ച് പറയേണ്ട കാര്യമാണ്. മോളെ, എന്താ പ്രശ്നം? എന്താ? എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ വേറെ ആരുമല്ല, ഈ ഇരിക്കുന്ന യദുവാ. മോൾ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? ചുമ്മാ തമാശ കളിക്കരുത്, വന്നേ. ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. ഇതേ, നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഇത് നോക്ക്. അയ്യോ, ഈ കൊച്ച് ശരിക്കും പ്രഗ്നൻ്റാ. യദുവാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ. ഇപ്പം ജനനി മോളുടെ ജീവിതം എന്തായാലേ? അതെ. നിങ്ങൾക്ക് എൻ്റെ വാക്ക് വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ യദുവിനോട് ചോദിച്ചു നോക്ക്. അവൻ പറയട്ടെ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ അവനല്ലെന്ന്. മോനെ യദു, എന്തൊക്കെയാണ് ഇത്? അമ്മ, അത് ഇവള് പറയുന്ന വല്ല കാര്യമുണ്ടോ? നീയാണോ? അത് പിന്നെ അമ്മ, ഒരു കയ്യബദ്ധം. എന്തോന്നാ? എന്തൊക്കെയാണ് ഈ കേൾക്കുന്നേ? നീ ഞങ്ങളെ നാണം കെടുത്താനുണ്ടായതാണോ? അച്ഛ വേണ്ട, അച്ഛ മാർക്കേ. എന്താ ഇത് കൃഷ്ണ? എനിക്ക് അറിഞ്ഞൂടടാ, ഇവൻ എന്തൊക്കെയായി കാണിച്ചു വിടുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം എന്തായാനെ? അംബികെ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്ത് കേൾക്കാനാ? ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം എന്താവും? അമ്മ സമാധാനിക്കമ്മേ, കുഴപ്പമില്ല. അന്നേ ഞാൻ പറഞ്ഞതാ ഇവരുടെ ഇടയ്ക്ക് എന്തോ ഉണ്ടെന്ന്. നിങ്ങൾ വിശ്വസിച്ചോ? സമാധാനം ആയാലോടാ, ഞങ്ങളെല്ലാവരുടെയും മുമ്പ് വെച്ച് നാണം കെടുത്തിയപ്പം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇനി ഈ കൊച്ചിൻ്റെ ജീവിതം എങ്ങനാവും? അതെ, മുഹൂർത്തം കഴിയാറായി. നിങ്ങൾ അവനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഇനി ഈ കുട്ടികളുടെ ജീവിതം എന്താവും? ജനനി മോള് കല്യാണ മണ്ഡപത്തിൽ വരെ കയറിയിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ എന്ത് പറയും? അതെ, പറയുന്ന കാര്യമുണ്ട്. അതെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? താൻ ഞങ്ങളെ നാണം കെടുത്തി കളഞ്ഞല്ലോടോ. ഇനി ഞങ്ങളെ എന്ത് ചെയ്യും? അച്ഛ, തെറ്റെൻ്റെ ഭാഗത്താ. ഞാനൊരു കാര്യം പറയട്ടെ, നീ മിണ്ടി പോകരുത്. ഒന്നും കേൾക്കണമെന്നില്ല. ഈ കുട്ടീനെ വേറെ ആരെങ്കിലും വിവാഹം കഴിക്കാൻ റെഡിയാണെങ്കിൽ ഈ കല്യാണം നമുക്ക് നടത്താമായിരുന്നു. അതിന് ഇവിടുത്തെ ആൺകുട്ടികളുടെയൊക്കെ ഒരുമാതിരിപ്പെട്ടവരെല്ലാം കല്യാണം കഴിഞ്ഞല്ലേ. കല്യാണം കഴിയാത്തതായിട്ട് യാദവും പിന്നെ ഈ നകുലും അല്ലേ ഉള്ളൂ. നകുലെ മോനെ, നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ ജനനി മോളെ? അങ്കിളെന്താ ഈ പറയുന്നത്? എനിക്ക് ഓൾറെഡി ഒരു കുട്ടീനെ ഇഷ്ടമാണ്. എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. എൻ്റെ മോളുടെ ജീവിതം. ദേവാ, ഞാനൊരു കാര്യം പറയട്ടെ. ഇത് പറഞ്ഞാൽ നിനക്ക് ദേഷ്യമാവുമെന്നറിയില്ല, പക്ഷേ എൻ്റെ മോൻ യാദവ് ജനനി മോളെ കല്യാണം കഴിക്കും. നമ്മൾ പറയാതെ തന്നെ അക്കാര്യം അവർ പറഞ്ഞു, രക്ഷപ്പെട്ടു. എന്ത് തീരുമാനമാണെങ്കിലും പെട്ടെന്ന് എടുക്കൂ, മുഹൂർത്തം കഴിയാറായി. ശരി തിരുമേനി, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. താൻ ഇതെന്തറിഞ്ഞിട്ടാണ് പറയുന്നത്? യാദവ് ജനനി മോളെക്കാളും 2-3 വയസ്സിന് ഇളയതല്ലേ. അപ്പം പിന്നെ അതെങ്ങനെ ശരിയാവുന്നേ? അങ്കിളെ, പ്രായം അത് നീ മിണ്ടിപ്പോരുത്. ഇവർ സമ്മതിക്കില്ല. എടാ യാദവേ, ചെന്ന് എന്തെങ്കിലും പറയടാ. അങ്കിളെ, ഇപ്പം വേറെ ആരും ഇവിടെ ഇല്ലല്ലോ. അപ്പം പിന്നെ ഞാൻ തന്നെ കല്യാണം കഴിക്കാം. പക്ഷെ മോനെ, നിങ്ങളുടെ തമ്മിലെ പ്രായ വ്യത്യാസം
അതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ ദേവദത്തെ. ഒന്ന് ഓർത്ത് നോക്കിയേ, കുഞ്ഞിൻ്റെ കല്യാണം മുടങ്ങുന്നത്. അതെ, അതുമല്ല സച്ചിൻ കല്യാണം കഴിച്ചത് അവരെക്കാൾ പ്രായത്തിൽ മൂത്ത ഒരാളെയല്ലേ. അപ്പം അതൊന്നും പ്രശ്നമില്ലെന്നേ, താനതൊന്നും മൈൻഡാക്കണ്ട. ഇപ്പം ഈ കല്യാണം എങ്ങനെയും നടക്കട്ടെ, ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നാണക്കേട്. അതെ, നമുക്കിപ്പോൾ ഇതിങ്ങനെ നടത്താം. ഞാനിത് സമ്മതിക്കില്ല. അമ്മ, ഇടി നിൻ്റെ അമ്മ ഇന്ന് കല്യാണത്തിന് വരുന്നില്ലേ, എവിടെ പോയി എന്നല്ലേ പറഞ്ഞത്? ഇതെന്താ ഇപ്പം ഇവിടെ നിൽക്കുന്നേ? എന്റെ കുഞ്ഞിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് നിങ്ങൾ അവരുടെ കാര്യം തീരുമാനിച്ചു. അപ്പൊ എന്റെ മോളുടെ ഭാവിയോ? ദൈവമേ, അച്ഛനും ഉണ്ടായിരുന്നോ? ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എനിക്കറിഞ്ഞൂടാ. അപ്പോഴേ പറഞ്ഞത് ഇത് കുളമാവുമെന്ന്. അതെ അതെ, അവർ പറയുന്നതിലും കാര്യമുണ്ട്. കുട്ടി പ്രഗ്നൻ്റ് ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് നീട്ടി വെച്ചാൽ എങ്ങനെയാ? ഇന്ന് ഈ മണ്ഡപത്തിൽ തന്നെ അവരുടെയും കല്യാണം കഴിയട്ടെ. അതിന് സമയം കുറവല്ലേ? ഇപ്പം യാദവ് ജനനിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ താലിയില്ലല്ലോ. അതിനൊരു മാർഗമുണ്ട്. എന്താ തിരുമേനി? നാളെ നടക്കാനിരിക്കുന്ന കല്യാണത്തിൻ്റെ എല്ലാം തയ്യാറാക്കി എഴുതി വെച്ചിട്ടുണ്ട്. ആ, അത് ശരിയാ. എങ്കിൽ കുട്ടീനെയും കൂട്ടി അങ്ങോട്ട് ചെല്ലൂ. നിങ്ങൾ അവിടെ വെച്ച് ആ കല്യാണം അങ്ങ് പെട്ടെന്ന് നടത്തി തീർക്കാൻ നോക്കൂ. ആ ശരി തിരുമേനി. ഇനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യല്ല, കല്യാണം കഴിക്കാം. നമുക്ക് പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം ബാക്കി. നിനക്ക് പറയാം, എന്നെ വിശ്വാസമുണ്ടോ നിനക്ക്? ഇല്ല, അതാണ് പ്രശ്നം. എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല. എടി, ഞാൻ തമാശയല്ല പറഞ്ഞത്, സീരിയസ് ആണ്. മധുപോലെ പെയ്ത മഴയേ മനസാകെ അഴകായി നനയേ ഇണയായ ശലഭം പോലെ ഇണയായ ശലഭം പോലെ നീയും ഞാനും മാറിതുരം മാഞ്ഞു ഹൃദയം പാടിയോ അധരം നൽകിനോ മധുരം തേടിയോ മെല്ലെ മെല്ലെ ഓരോ നാളും നീ വെയിലായി എന്നോടെന്തോ മിണ്ടുന്നില്ലേ കൈവിരലാൽ ഇന്നലല്ലേ ഉള്ളിൽ എന്നും പൗർണമിയായി കണ്ണിൽ നിന്നും മായും നേരം നീർമണിയായി ഈ ജന്മസാരമേ ഞാൻ തേടും മീനമേ പ്രാണൽരാവിലെ നീ എൻ്റെ ഇളം നിലാ ഹൃദയം പാടിയോ അധരം നൽകിനോ മധുരം തേടിയോ മധുപോലെ പെയ്ത മഴയേ മനസാകെ അഴകായി നനയേ മധുപോലെ പെയ്ത മഴയേ മനസാകെ അഴകായി നനയേ. മോളെ, എന്നാ അച്ഛനമ്മ ഇറങ്ങട്ടെ. ആ അമ്മേ, ഒന്നും ഓർത്ത് വിഷമിക്കട്ടെ കേട്ടോ. ഞങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉടനെ വിളിച്ചാൽ മതി. അമ്മേ, എന്താടി നിനക്ക്? നാണം കെടുത്തിയത് മതിയായില്ലേ? എന്റെ പൊന്നു സന്ധ്യ, എന്തിനാ ഇങ്ങനെയാണെന്ന് ഒച്ച ഉണ്ടാക്കുന്നത്? പിന്നെ നിങ്ങളുടെ മോള് കാണിച്ച കാട്ടായത്തിനുണ്ടല്ലോ, ആ കൊച്ചിനെ ഏറ്റെടുക്കാൻ തയ്യാറായതുകൊണ്ട് രക്ഷപ്പെട്ട്. ഇല്ലെങ്കിലോ നാണം കേട്ട് നാറില്ലായിരുന്നോ? അമ്മ, ഞാൻ പറയുന്നൊന്ന് മിണ്ടിപ്പോരുത് നീ ഇനി എൻ്റെ അടുക്കെ. എനിക്കിങ്ങനൊരു മോളെ വേണ്ട. ഛേ, നാണം കെട്ട്. സന്ധ്യ വേണ്ട, വന്നേ. എന്താ ഇവിടെ? ഇതിൽ കൂടുതൽ എന്ത് വരാനാ? നാണം കെടുത്തി കളഞ്ഞില്ലേ ഇവള് ഞങ്ങളെ. കൊച്ചിനറിയാതെ പറ്റിയതല്ലേ. പിന്നെ കൊച്ച് പ്രായം 10-25 അമ്മ, ഇനി നീ എന്നെ അമ്മയെന്ന് വിളിച്ചു പോരുത്. ഏട്ടൻ വരുന്നുണ്ടോ? ഞാൻ ഇറങ്ങുക. എന്താ സന്ധ്യ, ഇത് അപ്പുറത്തല്ലേ വീട്? ഇതെല്ലാം കഴിഞ്ഞിട്ട്. എൻ്റെ പൊന്നു ചേച്ചി, ദണ്ണമുണ്ട് എനിക്ക്. ഇവളിങ്ങനൊക്കെ കാണിച്ചു നോക്കുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പോട്ടെ, സ്നേഹിച്ച് കിട്ടിയതാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇത് സന്ധ്യ മതി. ചേച്ചി, ഞങ്ങൾ ഇറങ്ങുക. ഇവിടെ നിന്നാ ഇനി ശരിയാവില്ല. ശരി മോളെ, അച്ഛൻ ഇറങ്ങുവാണേ. ഓ, ഒരച്ഛൻ്റെ മോളുടെ സ്നേഹം ഇങ്ങോട്ട് വരുന്നുണ്ടോ മനുഷ്യ? അവൾ നാണം കെടുത്തിയത് പോരെ നിങ്ങളെ? എടി, അവക്കൊരു അബദ്ധം പറ്റി എന്ന് പറഞ്ഞിട്ട്
ഇതിന് അബദ്ധമെന്നല്ല പറയേണ്ടത്. അമ്മ എന്നോടിനി നീ മിണ്ടിപ്പോകരുത്. അച്ഛ, അമ്മ എന്നോട്. നിനക്കറിയാലോ അവളുടെ കാര്യം എങ്ങനെയാന്ന്. നിന്നോട് അവള് തന്നെ ഒന്ന് മിണ്ടിക്കോളും. നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. ശരിയെന്നാ, അച്ഛനങ്ങോട്ട് ചെല്ലട്ടെ, ഇല്ലെങ്കിൽ ഇനി അവള് തുടങ്ങും. ശരി.